ഹായ്, ഇന്ന് എനിക്ക് തിയേറ്ററിൽ മിസ്സായപ്പോൾ ഒരു പടത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടത്. ഈ അടുത്ത് OTTയിൽ റിലീസായി സംജാദ് ഡയറക്റ്റ് ചെയ്ത ഗോളം. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചുകൊണ്ട് ത്രില്ലർ പടങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയാണ്. കാരണം തമിഴിൽ ഒരുപാട് ത്രില്ലർ പടങ്ങൾ, പുതിയ ആൾക്കാരുടെ പടങ്ങളൊക്കെ അങ്ങനെ വരാറുണ്ട്. പക്ഷേ മലയാളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. നമുക്ക് പഴയ ഡയറക്ടേഴ്സ് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ത്രില്ലർ പടങ്ങളൊക്കെ തരാറുള്ളത്. ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ത്രില്ലർ ജോണറിൽ വരുന്ന പടങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ഒരു ബിലോ ആവറേജോ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഫീൽ തരുന്ന പടങ്ങളാണ് മലയാളത്തിൽ അധികം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഗോളം എന്ന് പറയുന്ന പടം ശരിക്കും എന്നെ ഞെട്ടിച്ചു കേട്ടോ. ശരിക്കും എനിക്ക് തിയേറ്ററിൽ കണ്ടാൽ അടിപൊളി ആകുമായിരുന്നു, എനിക്ക് മിസ്സായി പോയല്ലോ അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടായത്. OTTയിലാണ് ഞാൻ കണ്ടത്. ഒരു നൈസ് ആയിട്ടുള്ള ഒരു പടം. രഞ്ജിത്ത് സജീവാണ് ഈ പടത്തിലെ ഹീറോ. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിലെ ആർട്ടിസ്റ്റുകൾ എടുത്ത് നോക്കുക. അതായത് സിദ്ദിഖ്, അതുപോലെ തന്നെ ചിന്നു ചാന്ദിനി, സണ്ണി വെയിൻ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, അലൻ ഷെയർ, ഈ 5 ആൾക്കാർ